ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഏലത്തിൻ്റെ കുറച്ച് പണികളാണ്. ഏലത്തിന് മരുന്നടിക്കണം. കായ എടുത്താൽ ഉടനെ പുറകെ ഞാൻ മരുന്നടിച്ച് കൊടുക്കുന്നതായിരുന്നു. നോമ്പായതുകൊണ്ട് പറ്റത്തില്ലായിരുന്നു. എന്നാൽ നോമ്പൊക്കെ കഴിയട്ടെന്ന് ഓർത്തു. ഏലത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ നോമ്പും കഴിഞ്ഞ് പെരുന്നാളും കണ്ടിട്ട് സങ്കടമായിരുന്നു. ഏലത്തിന് മരുന്നടിക്കാൻ പോയിട്ട് ഏലം നോക്കണമെന്ന് പോലുമുള്ള അവസ്ഥയിലല്ല. അതുപോലെ ഏലഞ്ഞു പോവുകയാണ്. ചൂടായിട്ട് ഏലത്തിൻ്റെ കിഴങ്ങ് വെന്ത് മറിഞ്ഞു പോവുകയാണ് ഏലം. അത്രയ്ക്ക് സങ്കടമായ ഏലം കാണുമ്പോൾ. എന്നാലും മരുന്നടിച്ച് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് ഏലത്തിൻ്റെ മരുന്നടിയും വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഈ ഏലം നോക്കുന്നത് ഞാനാണ് പറഞ്ഞത്. എനിക്ക് എൻ്റെ വാപ്പച്ചിയാണ് ഏലം വെച്ച് തന്നത്. എനിക്ക് ഏലത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ഏലത്തിലൂടെയാണ് ഏലത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും തന്നെ പഠിച്ചെടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മുഴുവനൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. വാപ്പച്ചി ആദ്യം വെച്ച് തരുന്നത് എനിക്കൊരു 20 മൂട് ഏലമാണ്. അതിലൊരു 10-17 മൂട് ഏലവേ പിടിച്ചുള്ളൂ. ഞാൻ ചെറിയ സ്പ്രെയർ ബോട്ടിലിൽ അടിക്കുമായിരുന്നു മരുന്ന്. ആ കഥയൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞു തരാം. അതൊരു സ്റ്റോറിയാണ്. ഇന്ന് ഞാൻ മരുന്നടിക്കുന്നതാണ് കാണിച്ചു തരുന്നത്. മരുന്നൊക്കെ അടിച്ച് കഴിഞ്ഞ് വന്നാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. എന്താണേലും ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഏലത്തിന് മരുന്നടിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എനിക്ക് ഏലത്തിന് മരുന്നടിച്ച് കൊടുക്കണം. ഏലം പടർന്ന് കിടക്കുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ മരുന്നടിക്കാനായിട്ട് തോന്നുന്നില്ല ഈ പ്രാവശ്യം. എന്നാൽ ബാക്കി ഏലങ്ങൾ നശിപ്പിക്കാനും തോന്നുന്നില്ല. ജൂണൊക്കെ ആകുമ്പോൾ ശരിയാകുമായിരിക്കും. തട്ടയൊക്കെ നശിച്ചതൊക്കെ വെട്ടിക്കളഞ്ഞ് ഒക്കെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും മടി തോന്നുന്നത് ഏലത്തിന് മരുന്നടിക്കാൻ. അല്ലെങ്കിൽ കറക്റ്റ് 21 ദിവസം കൂടുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് മരുന്നടിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഏലത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരാഴ്ച കൂടിയായി. ഇന്നാണ് മരുന്നടിക്കാൻ ഇറങ്ങുന്നത്. എന്താണേലും നിങ്ങൾക്ക് ഏലത്തിൻ്റെ വിശേഷങ്ങൾ പുറകെ കാണാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഏലത്തിനൊന്ന് മരുന്നടിക്കണം. ഏലത്തിൻ്റെ അവസ്ഥയാണ്. ഞാൻ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചൊരു ഏലമാണ്. വെള്ളമില്ലാത്തതിൻ്റെയും വെയിലിൻ്റെയൊക്കെയാണിത്. വെള്ളം അടിച്ചു കൊടുക്കാൻ യാതൊരു നിവൃത്തിയില്ല. കുടിവെള്ളം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതെടുത്ത് അടിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ കുടിവെള്ളം ഇല്ലാതെ മനുഷ്യർ ബുദ്ധിമുട്ടുകയാണ്. എനിക്ക് മേളിലുള്ളൊരു അണ്ണച്ചി വെള്ളം തരുമായിരുന്നു ഏലത്തിന് അടിച്ചു കൊടുക്കാൻ. പക്ഷെ അവർക്കും ഇപ്പോൾ വെള്ളം എന്തോ വോൾട്ടേജ് പ്രശ്നമൊക്കെ ആയിട്ട് അവർക്കും വെള്ളം കുറവാണ് കിട്ടുന്നത്. അപ്പോൾ അവരുടെ 2500 മൂട് ഏലം നനച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് നനയ്ക്കാനായിട്ട് കിട്ടുന്നില്ല. വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഏലത്തിനകത്തോട്ട് ഇറങ്ങിയിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ നിങ്ങളെ ഏലം ഒന്നും കാണിക്കാത്തത്. എനിക്ക് തന്നെ സങ്കടമായത്. കണ്ടോ, ഏലം എല്ലാം മറിഞ്ഞ് കിടക്കുകയാണ്. വെള്ളമില്ലാത്തതുകൊണ്ടാണ് വെള്ളം അടിച്ചു കൊടുക്കാതെ ചൂട് കൂടിയതിൻ്റെ ആണെന്നാണ് ഞാൻ ഏലത്തിനെക്കുറിച്ച് പറഞ്ഞു തരുന്ന ആൾക്ക് വീഡിയോ ഇട്ട് കൊടുത്തപ്പോൾ പറഞ്ഞത്. കണ്ടോ, അതുപോലെ നശിച്ച് കിടക്കുകയാണ് ഏലം. എന്താവുമെന്നറിയില്ല. ഈ പ്രാവശ്യം ജൂണൊക്കെ ആകുമ്പോൾ ഏലം തന്നെ ബാക്കി ഉണ്ടാവുമോ, ഒന്നേന്ന് പിടിപ്പിക്കണോ, ഒന്നും അറിയാൻ മേലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണേലും മരുന്നടിച്ച് കൊടുക്കണം. കായെടുത്ത പുറകെയാണ് സാധാരണ മരുന്നടിച്ച് കൊടുക്കുന്നത്. പറ്റിയില്ല. നോമ്പും വെച്ചുകൊണ്ട് മരുന്നടിക്കുന്നത് വളരെ പാടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ മരുന്നടിച്ചില്ല. ഏലത്തിൻ്റെ അവസ്ഥയാണ്. ഏലം ഇത്രത്തോളം സങ്കടമാണ്. പെരുന്നാൾ കഴിഞ്ഞിട്ടും മരുന്നടിക്കാൻ ഞാൻ താമസിച്ചു. കാരണം ഏലം ഇങ്ങനെ നശിച്ച് കിടക്കുന്നത് കണ്ടപ്പോഴത്തേന് മനസ്സിനൊരു വല്ലാത്ത സങ്കടം. ഇതിന് ശരിയാകുമോ ഒന്നും അറിയില്ല. അതുകൊണ്ടാണ്. ചിലപ്പോൾ ഇത് രക്ഷപ്പെടും. ജൂണൊക്കെ ആകുമ്പോൾ മഴയൊക്കെ പെയ്താൽ ഒരു 2-3 മഴ നല്ലതുപോലെ ഒന്ന് പെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം ഒന്ന് സെറ്റപ്പ് ആയേനെ. നോക്കാം. എന്താണേലും മരുന്നടിക്കണം. അതിനു വേണ്ടിയുള്ള സെറ്റപ്പിലാണ്. മരുന്നടിച്ച് കൊടുക്കട്ടെ. നിങ്ങൾക്ക് ഈ കൂടെ തന്നെ കാണാം ഞാൻ മരുന്നടിച്ച് കൊടുക്കുന്നത്. ഈ ഏലം സംരക്ഷിക്കുന്നത് നോക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മരുന്നടിച്ച് കൊടുക്കുന്നത് ഞാനാണ്. കാക്കു എൻ്റെ ഒപ്പം കൂടും. മോട്ടർ ഓണാക്കാനും ഓസ് വലിക്കാനും ഒക്കെ ഒരാൾ വേണം. അതിനുവേണ്ടി കാക്കു കൂടും. കാക്കുവിന് മരുന്നടിച്ച് കൊടുക്കാൻ അത്ര വശമില്ല. എന്നെയാണ് പഠിപ്പിച്ചത്. പാപ്പച്ചിയും മേളിലുള്ള ഒരു അണ്ണച്ചിന്ന് ഞാൻ പറഞ്ഞില്ല, അണ്ണച്ചിയും പിന്നെ എനിക്ക് ഏലത്തെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ആളുകളുണ്ട്. ആ ചേട്ടനൊക്കെ മരുന്നടിക്കുന്ന ട്രിക്കുകളൊക്കെ ഞാനാണ് പഠിച്ചെടുത്തത്. പണിക്ക് പോകേണ്ടതുകൊണ്ട് കാക്കു അത്രയും ഏലത്തിലോട്ട് അങ്ങനെ ഇറങ്ങാറില്ല. എന്നാൽ മോട്ടറിൻ്റെ എല്ലാ പരിപാടികളും പുള്ളിക്ക് അറിയാവുന്ന. എനിക്ക് അത്രയും വശമല്ല മോട്ടർ ഓണാക്കി അടിക്കും. ഓസെല്ലാം കണക്ട് ചെയ്തിട്ട് തന്നാൽ ബാക്കി ഞാൻ തന്നെ ചെയ്യും. പണിക്ക് പോകുന്ന ദിവസം രാവിലെ 6 മണിക്കൊക്കെ മോട്ടറെല്ലാം കണക്ട് ചെയ്തിട്ട് തന്നിട്ട് പോകും.
അപ്പം ഞാൻ ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് അടിച്ചെടുക്കും. അങ്ങനെ അറിയത്തുള്ളൂ. മോട്ടറിൻ്റെ പരിപാടി എല്ലാം കാക്കു നോക്കും. ഞാൻ മരുന്നടിച്ച് കൊടുക്കും. നിങ്ങൾക്കിതിലൂടെ കാണാം. മരുന്നടിച്ച് കൊടുക്കുന്ന മോട്ടർ പെട്രോളിൻ്റെ മോട്ടറാണ്. അപ്പോൾ അതിനാവശ്യമായ പെട്രോൾ ഒഴിച്ചു കൊടുക്കണം. ഇത് കാക്കുവാണ് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ. ഇന്ന് ഞാൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. മരുന്നടിച്ചു കൊടുക്കാനായിട്ട് ഒരു 100 ലിറ്റർ വെള്ളം മതി. 70 മൂട് ഏലവേ എനിക്ക് കാണുകയുള്ളൂ. എണ്ണി നോക്കിയിട്ടില്ല കറക്റ്റ്. ഇവിടെ തണ്ടുതുറപ്പിനുള്ള മരുന്നാണ് അടിച്ചു കൊടുക്കേണ്ടത്. കടയിൽ നിന്ന് അളവ് പറഞ്ഞിട്ട് വിടും. ആ അളവിനനുസരിച്ച് അടിച്ചു കൊടുത്താൽ മതി. ഇവിടെ കറക്റ്റായിട്ട് അളവ് അളന്നെടുത്ത് വെള്ളത്തിലേക്ക് കലക്കി കൊടുക്കുന്നുണ്ട്. കയ്യിൽ ഗ്ലൗസ് ഇട്ടാണ് സാധാരണ ചെയ്യുന്നത്. ഇന്ന് ഗ്ലൗസ് ഇല്ലായിരുന്നു. മരുന്നിൻ്റെ കൂടെ തന്നെ ഈ മരുന്നിലേക്ക് പശയും ചൊറി പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കൂടി ഒഴിച്ചു കൊടുക്കണം. നല്ല മഴമൂടലുണ്ട്, അതുകൊണ്ടാണ് പശ ചേർത്ത് ഞാൻ അടിക്കുന്നത്. അഥവാ മഴ പെയ്താലും അടിച്ചത് വെറുതെ ആയി പോകണ്ടല്ലോ എന്നോർത്ത്. ഇവിടെ മരുന്നൊക്കെ സെറ്റ് ചെയ്ത് ഓസൊക്കെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മരുന്നടിക്കുന്നതിന് മുമ്പ് കമ്പൂട്ടിടും. പിന്നെ ഒരു കോട്ടിട്ടേക്കും ദേഹത്ത് മരുന്ന് വീഴാതിരിക്കാൻ. ഇത് കീറി തുടങ്ങി ഈ കോട്ട്. ഇനി ഇത് മാറ്റണം. ഇന്ന് ഉപയോഗിച്ചിട്ട് ഇത് കഴുകി ഇടുമ്പോഴത്തേന് കീറി തുടങ്ങിയതാണ്. ഇനി ഒരു മാസ്കും കണ്ണാടിയും കൂടെ വെക്കും. കണ്ണിലേക്ക് മരുന്ന് വീണാൽ ഭയങ്കര പുകച്ചിലാണ്. പക്ഷെ കണ്ണാടി ഇവിടെ തപ്പിയിട്ട് കാണുന്നില്ല. ഇപ്പോഴത്തെ എവിടെയോ കൊണ്ട് മാറ്റി വെച്ചേക്കുവാണ്. സാധാരണ മരുന്നടിക്കുന്ന സാധനങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ ഞാൻ വെക്കുന്നതാണ്. മിക്കവാറും എടുത്ത് പൊട്ടിച്ച് കളഞ്ഞ് കാണണം. മാസ്ക് തീർന്നു പോയി, അത് വാങ്ങിച്ചിട്ടില്ല. അതിന് പകരം ഞാൻ തോർത്ത് കെട്ടും. അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ലടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തുമ്മാനൊക്കെ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഒരു തോർത്ത് ഞാൻ മുഖത്തേക്ക് കെട്ടിയിരിക്കും. ഇത് ഫസ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ കെട്ടിയില്ല. അതിൻ്റെ സ്മെല്ല് ഇരട്ടിയായപ്പോഴാണ് ഞാൻ തോർത്ത് കെട്ടുന്ന കാര്യം തന്നെ ഓർത്തത്. ഇങ്ങനെയാണ് മരുന്നടിക്കുന്നത്. ആദ്യം ചുവട് ഭാഗം നന്നായിട്ട് നിർത്തി അടിച്ചു കൊടുക്കും. ഞാൻ കുളിപ്പിച്ച് അടിച്ചു കൊടുക്കുമെന്ന് പറയാം. കാരണം കുറച്ച് മരുന്ന് കൂടുതലായാലും അടിക്കുന്ന മരുന്നിന് പ്രയോജനപ്പെടണമെന്ന രീതിയിലാണ് ഏലത്തിന് മരുന്നടിച്ചു കൊടുക്കുന്നത്. ഉണക്കായതുകൊണ്ട് തന്നെ വൈകിട്ടാണ് ഞാൻ ഈ മരുന്നടിച്ചു കൊടുക്കുന്നത്. അല്ലാത്തപ്പോൾ രാവിലെ അടിച്ചു കൊടുക്കും. ഇത് നല്ല വെയിലായതുകൊണ്ട് മരുന്നടിക്കുന്നത് ഞാൻ 4 മണിക്ക് ശേഷമാണ്. 4:30-5 മണിയോടുകൂടിയാണ് മരുന്നടിക്കാനായി ഇറങ്ങിയേക്കുന്നത്. മൂടലും ഉണ്ട്. ചിലപ്പോൾ മഴ പെയ്തേക്കാം. കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തിട്ട് ഇവിടെ കുറച്ച് പെയ്തതേ ഉള്ളൂ. കുറച്ചെന്ന് പറയാൻ പറ്റില്ല. മുറ്റം പോലും ഒന്നും ശരിക്കും നനഞ്ഞില്ല. അതുകൊണ്ട് ചിലപ്പോൾ മഴ പെയ്തേക്കാം. എന്നാലും സാരമില്ല. ഇനിയും ദിവസങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏലം മൊത്തത്തിൽ ഒടിഞ്ഞു വീഴും. തണ്ടുതുറപ്പനും എല്ലാം കയറി ഏലം നശിച്ചു പോകും. അതിൽ ഭേദം മരുന്ന് കറക്റ്റായിട്ട് അടിച്ചു പോവുകയാണ് നല്ലത്. മഴ പെയ്താൽ രാത്രി പെയ്യട്ടെ. പശ കൂട്ടി അടിക്കുന്നത് അതിനാണ്. മരുന്നടിച്ച് ഞാൻ ഓരോ ചെടി മാറി മാറി വരുമ്പോഴും കാക്കു എനിക്ക് ഓസ് വലിച്ചു തരുന്നുണ്ട്. അതല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഓസ് കുരുങ്ങും. ഇത്രയും സ്പീഡിന് മരുന്നടിക്കാൻ പറ്റിയാൽ സ്പീഡിന് അടിച്ചു പോയാൽ ഒരു 1/2 മണിക്കൂർ കൊണ്ട് മോട്ടോർ പമ്പ് ആയതുകൊണ്ട് തന്നെ മരുന്നടി കഴിയും. അതല്ല ഞാൻ തന്നെ ഓസ് വലിച്ചടിക്കുന്നെങ്കിൽ ഒരു മണിക്കൂറോളം ഞാൻ എടുക്കും. ഈ ഓസും വലിക്കണം, മരുന്നും അടിക്കണം. നല്ല ബുദ്ധിമുട്ടാണ്. എങ്ങനെ പോയാലും 2 പേര് വേണം മരുന്നടിക്കുന്ന സമയത്ത്. സാധാരണ ഏലം നല്ല വൃത്തിയാക്കിയ ശേഷമാണ് ഞാൻ മരുന്നടിക്കുന്നത്. ഇത് വൃത്തിയാക്കിയാൽ ബാക്കിയും കൂടെ ഉണങ്ങി പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഏലത്തെ തൊടാൻ പോലും നിന്നില്ല. അങ്ങനെ മരുന്നൊക്കെ അടി കഴിഞ്ഞു. വളരെ സന്തോഷമായിട്ട് തന്നെ ഞാൻ കയറി വരുന്നത്. 1.5 മണിക്കൂറിൽ കൂടുതൽ സമയമെടുത്തു മരുന്നൊന്ന് അടിച്ചെടുക്കാനായിട്ട്. എവിടേക്കോ ഓസ് കുരുങ്ങുന്നുണ്ടായിരുന്നു. ഓസ് വലിച്ചു വിടണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇച്ചിരി സമയമെടുത്ത് ഇന്ന്. സാധാരണ 1/2 മണിക്കൂർ കൊണ്ടൊക്കെ അടിച്ചു കഴിയുന്നതാണ്. ഈ മരുന്നടിച്ചതിന് ശേഷം ഓസ് ഒന്ന് കഴുകി വിടണം. അതിനായിട്ട് ഇതാണ്ട് പൈപ്പ് തുറന്ന് നല്ല വെള്ളത്തിലേക്ക് ഓസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മരുന്നടി കഴിഞ്ഞ് മരുന്നടിക്കുന്ന ഓസ് ചുറ്റിയെടുത്ത് വൃത്തിയായിട്ട് വെക്കണം. അതല്ലെങ്കിൽ ഇല്ലാതായി പോവും. മരുന്നടിക്കുന്നതേ എൻ്റെ ഡ്യൂട്ടിയുള്ളൂ. ഇതെല്ലാം കാക്കുവിൻ്റെ പണിയാണ്. കണ്ടോ, രാത്രിയായി. ഓസൊക്കെ ചുറ്റിയെടുത്ത് വെക്കുമ്പോഴത്തേന് മരുന്നടി കഴിഞ്ഞ് മടുത്തു പോയായിരുന്നു. ഓരോ പണിയൊക്കെ ആയിട്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഈ സമയമായി. ചുറ്റിയെടുത്ത ശേഷം 2 സൈഡൊന്ന് കെട്ടി വെക്കും, അഴിഞ്ഞു പോകാതിരിക്കാനാണ്. ഇനി മേളിൽ ഷെഡുണ്ട്. ഷെഡിനകത്തേക്കാണ് കൊണ്ടുവെക്കുന്നത്. നല്ല മഴക്കോളുള്ളത് കൊണ്ട് മോട്ടർ തൽക്കാലം സിറ്റ് ഔട്ടിലേക്ക് കയറ്റി വെച്ചു. നാളെ ഇതൊന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് വേണം എടുത്ത് വെക്കാനായിട്ട്. ഇവിടെ എല്ലാം ചുറ്റിയെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്.
മരുന്നടിയും തിരക്കും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സിറ്റി വരെ ഒന്ന് പോയി. മക്കൾ രണ്ടും വീട്ടിലാണ്. എന്നാൽ ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ബജിക്കടയിൽ കയറിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വൈൻഡപ്പ് ചെയ്തേക്കുകയാണ്. പുതിയ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.